ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു എംപവേർഡ് ജേണീസ് വിത്ത് പി കെ. ഇപ്പോൾ ഞാനിരിക്കുന്ന അത്യാവശ്യം നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ്. കാരണം മിത്ര ഗ്രൂപ്പ് ഓഫ് എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഇൻ്റർവ്യൂ എടുക്കാൻ വന്ന അതിൻ്റെ ഫൗണ്ടറായ ദിബിൻ ചേട്ടന് ഈ പറഞ്ഞ ഇൻഡോറും കാര്യങ്ങളും താല്പര്യമില്ല, നമുക്ക് ഔട്ട്ഡോറും കുറച്ച് പ്രകൃതി രമണീയമായ സ്ഥലത്തിരിക്കുക അക്ഷയ എന്ന് പറഞ്ഞ് ഇന്നൊരു കൂട്ടിക്കൊണ്ടുവന്നാണ്. ആക്ച്വലി നമ്മളിപ്പോൾ മലപ്പുറത്താണുള്ളത്. അപ്പം നമ്മളെ മിത്ര ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ബിസിനസ് ട്രാവലും അവരുടെ ആ ഒരു ബിസിനസ്സിലേക്കുള്ള യാത്രകളും സക്സസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ദിബിൻചാരുടെ അടുത്ത് തന്നെ ചോദിച്ചറിയാം. അതിന് മുമ്പ് ഞാൻ സാറിനെ വെൽക്കം ചെയ്യാണ്. വെൽക്കം ടു എംപവേർഡ് ജേണീസ്. ചേട്ടാ പറയാം, നമ്മൾ മലപ്പുറത്ത് നിന്ന് അപ്രത്യക്ഷമായിട്ട് പരിചയപ്പെട്ടാണ് അല്ലേ? ദിബിൻ ചേട്ടൻ്റെ പഠനത്തിൽ നിന്ന് തുടങ്ങാം. എന്തായിരുന്നു പഠിച്ചത്? ഞാൻ ആക്ച്വലി IT ഡിപ്ലോമ കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് ഇറങ്ങിയത്. സിവിലാണ് കഴിഞ്ഞത് അല്ലേ? സിവിൽ കഴിഞ്ഞത്. മലപ്പുറം തന്നെയാണോ സ്വദേശം വരുന്നത്? അതെ, മലപ്പുറം മഞ്ചേരി. ഇവിടെ തന്നെയാണ് കുട്ടിക്കാലവും എല്ലാം ഇവിടെ തന്നെ അല്ലേ? അതെ അതെ. ഓക്കെ. സാധാരണ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ സാധാരണ ജോലിക്കല്ലേ ട്രൈ ചെയ്യുക, പുറത്തും വിദേശങ്ങളിൽ ട്രൈ ചെയ്യുക. പക്ഷേ അങ്ങനെ ശ്രമിക്കുന്നതിന് പകരം സ്വന്തമായിട്ടൊരു ബിസിനസ് എന്റർപ്രണർ ഓണർ ആവണം എന്നുള്ളതിലേക്ക് ഞാൻ എത്തിപ്പെട്ടു. ആക്ച്വലി ഞാൻ 2003 ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത്, സിവിലിലേക്ക് ഇറങ്ങിയതാണ്. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് അതിനുശേഷം പിന്നെ ഒരുപാട് കമ്പനികളിൽ വർക്ക് ചെയ്തു. തുടക്കം ക്യാപിറ്റൽ എന്നുള്ള മഞ്ചേരി തന്നെയുള്ള കമ്പനിയായിരുന്നു. ക്യാപിറ്റൽ എന്നുള്ള പേരിൽ സൂപ്പർവൈസറായിട്ട് ജോയിൻ ചെയ്തതാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് അവിടുന്ന് മാറി ഇങ്ങനെ ഓരോരോ നമ്മളെ സ്റ്റേജ് അനുസരിച്ച് മാറി വന്നിട്ട് പിന്നെ ഗൾഫിൽ വരെ പോയിട്ടുണ്ടായിരുന്നു. സൗകര്യ പ്രൊജക്ട്സ്, അതേമാതിരി അതുപോലെ ദേശീയ ഹോംസിൽ പ്രൊജക്ട് മാനേജറായിട്ട് വർക്ക് ചെയ്തു. അവിടെ നിന്നാണ് പിന്നെ ഗൾഫിൽ പോകുന്നത്. ഗൾഫിൽ എഞ്ചിനീയറായിട്ട് തന്നെ അവിടുത്തെ ഒരു ഒമാനിൽ കമ്പനിയിലേക്കാണ് കയറിയത്, ഒരു ഒമാനി കമ്പനിയിലേക്ക്. പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ എനിക്ക് നാട്ടിലെത്തിയപ്പോൾ പിന്നീട് ഒരാളെ കീഴിൽ വർക്ക് ചെയ്യുന്നൊരു സുഖം കിട്ടുന്നില്ല. അതെ, നമ്മൾ ഒരുപാട് ഇങ്ങനെ പല കമ്പനികളും കയറി പോകുന്നതല്ലേ. അപ്പോൾ പിന്നീട് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതിനേക്കാളും നല്ല എന്തുകൊണ്ട് നമുക്കൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തുകൂടാ എന്നുള്ള ആ ഒരു ചിന്തയിലാണ് ആരംഭിക്കുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു ഇത്രയും നമ്മൾ സേഫ് സോൺ ജോബ് എന്ന് പറയുമ്പോൾ എല്ലാവരും സേഫ് സോണായിട്ട് കാണുന്നതാണല്ലോ. അപ്പം ഈ പറഞ്ഞ ജോബ് എന്ന് പറഞ്ഞ സേഫ് സോൺ ബ്രേക്ക് ചെയ്തിട്ട് ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഫാമിലിയുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ആക്ച്വലി മൊത്തം ഫാമിലിയിൽ നിന്നും ഉണ്ടായിരുന്നു. നമുക്ക് ഒരു നല്ല രീതിയിലുള്ള സാലറിയും കാര്യങ്ങളും നല്ല പാക്കേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ലെവലിൽ എത്തിയായിരുന്നു ആ സമയത്ത്. അപ്പോൾ അത് തന്നെ നോക്കിയാൽ പോരെ എന്നുള്ള ലെവൽ. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ നമ്മളെന്തായാലും ഇപ്പോൾ ഒരു വർക്ക് ചെയ്യണം, നമ്മളെ കുറേ ഐഡിയാസും തോട്ട്സും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ. അതിപ്പോൾ ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മാക്സിമം നമ്മളതിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെയാണ് ഞാൻ സ്വന്തമായിട്ട് ചെയ്യാന്നുള്ള ലെവലിൽ. അന്നേരവും എനിക്കൊരു ഓഫർ വന്നു, മന്ത്ലി 84,000 സാലറിയും പ്ലസ് സംഭവങ്ങളൊക്കെ ഉള്ള ഒരു ഓഫർ കിട്ടി. അപ്പോൾ അതെൻ്റെ 2003 അല്ലല്ല, ഞാൻ 2015 കാലഘട്ടം. ഞാൻ ഗൾഫ് 16 ഗൾഫ് നിർത്തി പോകുന്നതിന് ശേഷം അപ്പോൾ ഇങ്ങനെ ഒരു ഓഫർ വന്നപ്പോൾ പ്രൊജക്ട് മാനേജറായിട്ട്, ഒരു കമ്പനിയുടെ പ്രൊജക്ട് മാനേജറായിട്ട്, അപ്പോൾ 84,000 പെർ മന്തും ബാലൻസ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അലവൻസും എല്ലാം വന്നിട്ടുള്ളൊരു നല്ല ഓഫർ. അത് എൻ്റെ അളിയൻ്റെ മുഖേന, എൻ്റെ സഹോദരിയുടെ ഭർത്താവ് മുഖേനയാണ് അത് വന്നത്. അന്നേരം ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, ഇല്ല ഇനി എൻ്റെ ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കാൻ ഇന്നിപ്പോൾ നിൽക്കുന്നത് നമ്മളെ മിത്ര. അതെ, മിത്ര. അപ്പം ആ സിഗ്നേച്ചറിന്റെ ബലമായിട്ട് തന്നെ ആയിരിക്കും ഇന്ന് മിത്ര എന്ന കമ്പനിയിൽ ചുരുക്കി പറഞ്ഞാൽ 4 ഓഫീസ് സ്റ്റാഫുകളും 60ഓളം കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുണ്ട്. എന്ന് പറഞ്ഞാൽ അന്നത്തെ ആ ഒരു എൻ്റെ കയ്യൊപ്പ് വെക്കണം എന്നുള്ളൊരു വിചാരം അത് ഇന്ന് 64 സ്റ്റാഫുകളുടെ ജീവിതം, അതായത് അവർക്ക് ജീവിക്കാനുള്ള ഒരു വരുമാന മാർഗ്ഗമായി മാറി. 64 കുടുംബങ്ങളുടെ വരുമാന മാർഗ്ഗമായി മാറി. എന്ത് തോന്നുന്നു ഇപ്പോൾ ഒരു 64 കുടുംബങ്ങളുടെ വരുമാന മാർഗമായിട്ടുള്ളൊരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഓണറായി നിൽക്കുമ്പോൾ എന്ത് ഫീൽ ചെയ്യുന്നു? പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല, നമ്മളൊക്കെ വന്ന വഴി തന്നെ. പക്ഷേ ഇതിപ്പം ഒരുപാട് പറയാനില്ല. നമ്മളെ നാട്ടിലും നമ്മളെ അറിയുന്ന ആളുകളും പിന്നെ കുറച്ച് വിദേശത്തെ മീൻസ് നമ്മളെ നോർത്ത് ഇന്ത്യൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെ പോകുന്നു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കുഴപ്പമില്ല, ഭംഗിയായിട്ട് പോകുന്നു. ഇപ്പം ഗവൺമെന്റ് പ്രോജക്റ്റുകൾ കുറെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ പ്രൈവറ്റ് പ്രോജക്റ്റുകളും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പ്രൈവറ്റ് പ്രോജക്റ്റ് പക്ഷേ പാരലലുണ്ട്. ഇപ്പൊ പക്ഷേ പ്രൈവറ്റ് പ്രോജക്റ്റിലാണ് ഫോക്കസ് ചെയ്യുന്നത്. കാരണം കുറച്ചും കൂടി നമുക്കൊരു ഡിഫറെന്റ് ആയിട്ടുള്ള നമ്മളെ തോട്ടിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഒരു ക്ലയന്റിന്റെ അടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ എന്താണോ ഡ്രീം, അവരുടെ ഒരു വീടുണ്ടാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കുക, ഒരു മാൾ ഉണ്ടാക്കുക, ഇതൊക്കെ ആകുമ്പോൾ അവർക്ക് ഓരോരുത്തർക്കും ഓരോ ചിന്തയാണല്ലോ ഉണ്ടാവുക.
അപ്പോൾ അത് നമ്മൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും അതിലൂടെ ആ ബന്ധങ്ങളും വലുതാക്കാൻ പറ്റും. അത് ബന്ധങ്ങൾ ആരും പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള ആൾക്കാരെന്നൊക്കെ പറയാൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ തന്നെ അപ്പം ഞാനൊരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ വിചാരമാണ് എനിക്കൊരു വീടുണ്ടാക്കി തരുന്നതായിരിക്കാം എന്നും ജീവിതകാലം മൊത്തം ഞങ്ങൾ ഓർക്കും. കാരണം വെച്ചാൽ നിങ്ങൾ ഉണ്ടാക്കി അത് കേടുവന്നാലും ഓർക്കും, കേടുവന്നില്ല ഓർക്കും. അപ്പോൾ കേട് വരാതെ ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ഉണ്ടാക്കി കൊടുത്തതിനെ കൊണ്ടായിരിക്കും ഇത്രയും വർഷം നീണ്ടു ബിസിനസിന്റെ. അതെ, നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങളുടെ ഒരു വർക്ക് ചെയ്യാണ്, നിങ്ങളുടെ ഒരു വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നതിന് ശേഷം പിന്നെ ഷുവറായിട്ടും നിങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ വർക്ക് നമുക്ക് എന്തായാലും കിട്ടാറുണ്ട്, ആരെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ. അപ്പോൾ അങ്ങനെ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പോകാൻ പറ്റും. കാരണം അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിലല്ലേ നടക്കുള്ളൂ. അത് നമ്മൾ വർക്കിൻ്റെ ക്വാളിറ്റിയാണ് അത് റിസൾട്ട്. അവരെല്ലാ കാര്യത്തിലും അവർ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യാറ്. ഓരോ സ്റ്റേജിലും ക്ലയൻറ്റിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യാറ്. ഇപ്പോൾ ക്ലയൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഏതൊരു ബിസിനസ്സിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2 ഘടകങ്ങളാണ്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറും, ഒന്ന് എംപ്ലോയിയും. ഇപ്പോൾ ഈ ഒരു ബിസിനസ് ട്രാവലിൽ ഒരു എംപ്ലോയിനെ എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കസ്റ്റമറിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നാണ് നിങ്ങളൊരു കാഴ്ചപ്പാട്? അപ്പോൾ എങ്ങനെ നിൽക്കണം? കസ്റ്റമറുടെ അടുത്ത് നമ്മൾ ആക്ച്വലി നമ്മുടെ ക്ലയൻറ്റിനെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് എപ്പോഴും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം നമ്മുടെ ഓരോ കാര്യങ്ങളും, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. ഇനി എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ അവർ തുറന്നു പറയും, അത് നമ്മൾ റെക്ടിഫൈ ചെയ്യാനുള്ള അറ്റ് എനി കോസ്റ്റ് നമ്മൾ റെക്ടിഫൈ ചെയ്യാനുള്ള ആ ഒരു ഇത് ചെയ്തു കൊടുക്കും. കാരണം അവരുടെ ഒരു സ്വപ്ന വി ബിൽഡ് യുവർ ഡ്രീംസ് ആണ് നമ്മുടെ ഡ്രീം. ആ ഒരു സംഭവമാണ് നമ്മളൊരു തോട്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ഡ്രീം ഞാൻ പിന്നെ ബിൽഡ് ചെയ്യണമെങ്കിൽ അതിന് ഞാൻ പല കാര്യങ്ങളും ചെയ്ത് തരേണ്ടത് വരും. അതെ. ചിലപ്പോൾ ചെയ്ത് കഴിഞ്ഞ് ചെയ്ത് വന്ന ഒരു പകുതിയൊക്കെ ആകുമ്പോഴാവും അവർക്ക് ഇത് ഇങ്ങനെ ചെയ്താലോ, ഇതും കൂടി ഉണ്ടെങ്കിൽ ഒരു ഓരോന്നോരോന്ന് കാണുമ്പോഴാണ് അവർക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഓക്കെ, നമ്മൾ അതിനനുസരിച്ചുള്ള പിന്നെ അതിനുള്ള ടെക്നിക്കലി ഞാൻ അതിനുള്ള ഇത് കൊടുക്കും. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്തു പോകും. അങ്ങനെ ഇപ്പം ഈ പറഞ്ഞ ഇത്രയും വർഷത്തെ ട്രാവലിൽ ഇപ്പം ഒരു എത്രത്തോളം വർഷം നമ്മൾ ബിസിനസ് തുടങ്ങിയിട്ട്? ബിസിനസ് തുടങ്ങിയിട്ട് നമ്മളിപ്പോൾ ഒരു 8 വർഷം ആയിട്ടുള്ളൂ. പക്ഷേ ഞാൻ 22 years ആയിട്ട് ഈ ഫീൽഡിൽ, ഈ സെയിം ഫീൽഡിലാണ്. അപ്പോൾ ഇത്രയും വർഷത്തെ ബിസിനസ് തന്നെ എടുക്കുക, ബിസിനസ്സിന് 8 വർഷത്തെ ട്രാവൽ എടുക്കുക. ഈ 8 വർഷത്തെ ട്രാവലിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്നൊരു മൊമെൻ്റ് ഉണ്ടാവും. എന്തെങ്കിലും ബിസിനസ്സിൽ എന്തെങ്കിലും കാര്യമില്ല, സന്തോഷം എന്നൊരു മൊമെൻ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടൊരു മൊമെൻ്റ് ഉണ്ടാവും, അല്ലേ? ബിസിനസ്സാണല്ലോ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റുന്ന 1-2 മൊമെൻറ്റ്സ് ഏതൊക്കെയാണ്? സങ്കടപ്പെട്ട മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ പേയ്മെൻ്റ് ഓക്കെ, സ്വാഭാവികമാണ്. ഭയങ്കര സങ്കടമുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളെ സൈറ്റിൽ നിന്ന് 8ാം നിലയുടെ മുകളിൽ നിന്ന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. എന്ന് വെച്ചാൽ കോൺക്രീറ്റിൻ്റെ മൊത്തം വീൽ ബാരോയിൽ നമ്മൾ കയറ്റിയിട്ട് ഹോസ്റ്റലിൽ മുകളിൽ എത്തിക്കുകയായിരുന്നു. താഴെ കൂടെ പോകുന്നൊരു വണ്ടി ഇതിൻ്റെ മുകളിലേക്ക് ഇത് വീണിട്ട് മുകളിൽ നിന്ന് എന്തോ മിസ്സിങ് വന്ന് വീണിട്ട് ഒരാൾ മരിച്ചൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ സങ്കടം ഈ ഒരു ഫീൽഡിൽ അവന് വേറൊന്നും വരാനില്ല. അതിനേക്കാളും കൂടുതൽ വേറെ എന്താ നമ്മൾ പറയാനുള്ളത്? ആരും ഇതല്ല, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ഒന്ന് അങ്ങോട്ടും അങ്ങോട്ടും മാറിയതെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നില്ല. നമുക്കൊരു സന്തോഷം എന്നൊരു മൊമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ, സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ, പല കാര്യങ്ങളുണ്ട്. ചില ഇപ്പോൾ ഞാൻ ഈ ഇസാഫ് ബാങ്കിൻ്റെ ഒരു ചാരിറ്റി എന്നുള്ള ലെവലിൽ ഇസാഫ് ബാങ്ക് കുറച്ച് ആളുകൾക്ക്, നിലമ്പൂർ ഭാഗത്തുള്ള ആളുകൾക്ക്, നമ്മളിപ്പോൾ ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് കൊടുക്കുന്ന പോലെ തന്നെ ഇവർ ആ ബാങ്കിൽ അംഗത്തുള്ള ആളുകൾക്ക് കുറച്ച് കാര്യങ്ങൾ, ഒരു വീട് വെച്ച് കൊടുക്കുക, മറ്റേതാക്കുക എന്നുള്ള വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ടേ ഉണ്ടാവുള്ളൂ. ഇങ്ങനൊരു ഈ ഒരു ഭാഗത്ത് വയനാട്, പിന്നെ മലപ്പുറം, നിലമ്പൂർ, ഈ ഒരു ഭാഗത്ത് നമുക്ക് മിത്ര കമ്പനിയായിട്ട് കൂടിയിട്ട് അവർ എംപാനൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മളത് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനത്തെ വയനാട് ഒരു കുറച്ച് പ്രൊജക്റ്റുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. അതേപോലെ നിലമ്പൂർ പിന്നെ ഉണ്ടായിരുന്ന സംഭവങ്ങൾ പിന്നെ അതിൻ്റെ ഇതിൻ്റെ അതിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുടങ്ങി പോവുകയാണ് ചെയ്തത്. പക്ഷേ നമ്മൾ ഇങ്ങനെ കുറച്ച് വീടുകൾ, കാരണം നമുക്കൊന്നും ലാഭം ഉണ്ടാവില്ല എങ്കിലും അങ്ങനെ നേരിട്ട് ബാങ്ക് ഏതാണ് പറഞ്ഞത്, നമുക്കൊരു ചാരിറ്റി എന്നുള്ള ലെവലിൽ നിങ്ങളും കൂടി പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ എല്ലാ ഫുൾ സ്ട്രെങ്ത് നമ്മുടെ അടുത്തുണ്ട്, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് വർക്ക് ചെയ്തിട്ട് എനിക്ക് ഒരു പറയാനുള്ളൊരു സംവിധാനം, ഇവർ ആ വർക്ക് കഴിഞ്ഞിട്ട് ഒരു രജിത മോഹനൻ ദമ്പതികളുടെ ഒരു വീട്, അവർ താമസിച്ചിരുന്നത് ഒരു നമ്മൾ കാണാൻ പറ്റില്ല അതുപോലത്തെ ഒരു വീട്ടിലാണ്. ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ് ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു 2 മക്കളും ഈ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ല, കാരണം അത് തീരും. അതുപോലത്തെ ഒരു അവസ്ഥയിൽ ജീവിച്ച്
അവർക്ക് നമ്മൾ ഈ ചാവി കൊടുത്തൊരു അവസ്ഥ ഉണ്ടല്ലോ, പുതിയൊരു വീട് ഉണ്ടാക്കിയിട്ട് ഇതാ നിങ്ങൾ താമസിക്കുന്നതാണ്. അപ്പോൾ അവർ കെട്ടിപ്പിടിച്ച് കരയിലും ബാക്കിയുള്ള കാര്യങ്ങളും കാലോടിക്കും. ഓ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത് നമ്മളെ ഫീൽഡിൽ നിന്ന് ചെയ്യാൻ പറ്റിയ ഏറ്റവും ഏറ്റവും വലിയ അതെ അതെ സാധാരണക്കാരനായി ജനിച്ചിട്ട് അതെ നമ്മൾ സാധാരണക്കാരെ കാര്യങ്ങൾ കാരണം നമ്മൾ സാധാരണക്കാരെ ജനിച്ചെങ്കിലേ പറ്റുള്ളൂ. അതെ അതെ ചെയ്ത് കാണല്ലേ. അതുപോലെ തന്നെ ഇനി നമ്മളെ മുന്നോട്ടുള്ള യാത്രയിൽ എന്തൊക്കെയാണ് നമ്മുടെ മുന്നോട്ടുള്ള പ്ലാനുകൾ? ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവില്ല ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അതെ അങ്ങനെ എന്താണ്? ഞാൻ ആലോചിക്കുന്ന കാര്യം, നമ്മൾ കുറച്ച് ബ്രാഞ്ചസും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് നമ്മളൊന്നും കൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ കൊള്ളാം എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ്. കാരണം ഇപ്പം തന്നെ നമുക്ക് കേരളത്തിൻ്റെ മൊത്തം ട്രിവാൻഡ്രം മുതൽ കണ്ണൂർ വരെ, കാസർഗോഡ് എത്തിയിട്ടില്ല, കണ്ണൂർ വരെ നമുക്ക് പല ടൈംസിൽ നമുക്ക് പല ടൈമിലും നമുക്ക് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഏരിയക്ക് നമുക്ക് കൂടുതൽ സാധ്യതയുള്ള ഏരിയകൾ നോക്കിയിട്ട് അവിടെയും കൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുന്ന ലെവലിൽ നമ്മൾ ആലോചിക്കുന്നുണ്ട്. കുറച്ച് കൂടുതലും കൂടി സ്റ്റാഫിനെയും കുറച്ച് വർഷം കഴിഞ്ഞ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഇന്റർവ്യൂ വരണം. ഒരു ബാങ്കേഴ്സ് ഒക്കെ അതിൻ്റെ തീർച്ചയായിട്ടും സഹായിക്കട്ടെ. തീർച്ചയായിട്ടും നടക്കും. ഞാൻ നല്ല ബോക്സുള്ള ആളാണ്, ഭാഗ്യമുള്ള ഞാൻ ഇന്റർവ്യൂ എടുത്ത ആൾക്കാരൊക്കെ വെച്ചിട്ട് കേട്ടെ. ഞാൻ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്, ആൾക്കാർ നല്ല ബിസിനസ്സിലാണ് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അടുത്ത ഇന്റർവ്യൂ എടുത്ത് വരും. പിന്നെ ഞാൻ വേറെ കാര്യം, നമുക്കിപ്പം ഇപ്പം ഈ പറഞ്ഞ സിവിൽ എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ ഫീൽഡ് എന്ന് പറയുന്ന ഫീൽഡൊക്കെ തന്നെ കുറേ ബിസിനസ്സുകാരുണ്ട് അല്ലേ? അപ്പം മറ്റുള്ള ബിസിനസ് ഫേമിൽ നിന്ന് നമുക്ക് എന്താണ് ഇപ്പോൾ നമ്മളെ കമ്പനി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമുള്ളത്? ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വേറൊരു ബിസിനസ് ഫേം ഉണ്ട്, കൺസ്ട്രക്ഷൻ ചെയ്യുന്നവരുണ്ട്. അവരിൽ നിന്നും നമ്മളെ അടുത്ത് വന്നു കഴിഞ്ഞാൽ, നമ്മളെ ഫേമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്നൊരു സാധനം നമുക്ക് ചെയ്തു തരാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ഈ ഇപ്പോൾ നമ്മുടെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന രീതികളോ എന്താണ് പറയുക? ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൽ വേറെ ഒരു കോംപ്രമൈസും ഇല്ലാണ്ട്, ഇനിയിപ്പോൾ അതിൽ എന്തെങ്കിലും കാര്യങ്ങളായി അത് കൂട്ടാൻ കൊടുക്കുന്ന ന്യായങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്കത് തീർത്തു തരാൻ പറ്റും. ഒന്ന്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പൊതുവേ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഡിസൈനിങ് നമ്മളിങ്ങനെ ഓരോ ഡിസൈൻ ഓരോ ക്ലയൻറ്റിന് അവരുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമ്മൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഫൈനൽ ആവുന്നതിൻ്റെ മുന്നേ അവരെ ഫാമിലി മീൻസ് ഒരു വീട്ടിലെ ഭാര്യയും ഭർത്താവും ഇവരെല്ലാവരും അവിടെ താമസിക്കുന്നവരെല്ലാവരും വേണ്ടി വരും. അവരുടെ എല്ലാവരുടെയും ആഗ്രഹത്തിനനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെ വിളിച്ചു വരുത്തിയിട്ട് ഫൈനലൈസ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മളിപ്പോൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന നമ്മൾ പ്ലാൻ സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ അവരെ വിളിച്ചിട്ട് ഇനി എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, എന്തൊക്കെയാണ് വേണ്ടത്, അവർക്കൊരു ബ്രീഫായിട്ടുള്ളൊരു സംഭവം കൊടുത്ത് ഡീറ്റെയിൽ ചെയ്തിട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ, ചെയ്ത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും നമ്മളെ ക്വാളിറ്റി, നമ്മളിപ്പോൾ ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ ബേസ്മെൻറ്റിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ റബിൾ വർക്ക് ചെയ്യുമല്ലോ, ഫൗണ്ടേഷൻ്റെ വർക്ക് കഴിയുമ്പോഴൊക്കെ ആ വർക്ക് കണ്ടിട്ട് നൈബേഴ്സ് ഇന്ന സ്ഥലത്തൊരു വർക്ക് ഉണ്ട് എന്ന് പറയാറുണ്ടെങ്കിൽ അത് നമ്മൾ ക്ലയൻറ്റിന് കൊടുക്കുന്ന സംഭവമല്ലേ. അല്ല മറ്റുള്ളവരെ കമ്പയർ ചെയ്യാൻ മാത്രം ഞാൻ ആളല്ല. അതായത് നമ്മളെ ക്വാളിറ്റി വർക്ക് നമ്മൾ ചെയ്തു കൊടുക്കും. നിങ്ങളെ സ്വപ്നം എന്താണോ അതിന് ഞങ്ങൾ പണി അല്ലേ. അപ്പം നമ്മളെ ഈ പറഞ്ഞ ഇത്രയും വർഷത്തിൽ കുറേ സ്ഥലങ്ങൾ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതിൽ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഇഷ്ടപ്പെട്ട ഒരു ചെയ്ത് കഴിഞ്ഞ വർക്ക് ഏതാ ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിൽ നിൽക്കുന്നത്? നിങ്ങൾ പറഞ്ഞു നിങ്ങളെ സ്വപ്നങ്ങളൊക്കെ എൻ്റെ മൈൻഡിലെ സാധനങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള അങ്ങനെ ഇഷ്ടത്തോടെ ചെയ്തൊരു വർക്ക് ഏതാ? 1-2 വർക്കുകളുണ്ട് അതിന് പറയുമ്പോൾ. അതിലൊരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോവോമാൾ, താനൂർ നോവോമാൾ എന്ന് പറഞ്ഞിട്ട്, അത് നമ്മളെ നന്ദൻ സാറിൻ്റെ ഓണർഷിപ്പിലുള്ളൊരു വർക്കാണ്. അതിൽ 3 തിയേറ്ററും കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ട്, പിന്നെ താനൂർ ജംഗ്ഷനിൽ തന്നെ. അതിപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞ 2 വർഷം മുന്നെയാണ് നടൻ ദിലീപാണ് ചെയ്തത്. ദിലീപിൻ്റെ ഡി സിനിമാസ് ആക്ടർ ദിലീപ് സാറിൻ്റെ ഡി സിനിമാസൊക്കെ ഉണ്ട്, പുള്ളിയാണ് ഇനാഗ്രേറ്റ് ചെയ്തത്. പിന്നെ ആ ഒരു വർക്ക് ഇപ്പോഴും ആ ക്ലയൻറ്റുമായിട്ട് എന്തെങ്കിലും ആവശ്യത്തിന്, ഇനിയിപ്പോൾ അവരുടെ ഫ്രണ്ട്സിൻ്റെ വർക്കിൻ്റെ കേസ് മാത്രമല്ല, അതാ രസം, വർക്ക് മാത്രമല്ല പേഴ്സണൽ ആവശ്യം ഉണ്ടെങ്കിലും, ദിബിൻ മഞ്ചേരി ദിബിൻ ഇങ്ങനെ ഒരു കേസുണ്ട് മഞ്ചേരി മലപ്പുറം, അപ്പോൾ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ഇപ്പോഴും പുള്ളി ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 2 വർഷം മുന്നേ കഴിഞ്ഞ വർക്കിൻ്റെ കാര്യമാണിത്. അവരൊക്കെ വലിയ ബിസിനസ്സുകാരാണ്. എന്നിരുന്നാലും നമ്മളടുത്ത് അതുപോലെ കോപ്പറേറ്റ് ആയിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിലായിട്ട് ചെയ്തുകൊണ്ടാണല്ലോ. തീർച്ചയായിട്ടും. പിന്നെ വേറെ ഏറ്റവും അതും സന്തോഷമുള്ള വർക്ക് ആണ് നിങ്ങൾ പറഞ്ഞ പോലെ. പിന്നെ എനിക്ക് വേറൊരു സംഭവം, നമ്മളെ 2 വർക്കുകൾ, 2 വീടിൻ്റെ വർക്ക്.
ഒരു വീട്ടുകാർക്ക് ഇവിടെ അനക്കയത്ത് ഒരു എൻ്റെ മോനെ പഠിപ്പിക്കുന്ന ടീച്ചറുടെ വീട് ഞാൻ ചെയ്തായിരുന്നു. അത് വർക്ക് കഴിഞ്ഞപ്പോൾ അവരാരും പ്രതീക്ഷിക്കാത്ത രീതിയിലായി. കാരണം വളരെ ചെറിയൊരു സ്പേസിൽ, കാരണം എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അറിയാത്തൊരു സ്ഥലമായിരുന്നു. പക്ഷേ വർക്ക് കഴിഞ്ഞപ്പോൾ അത് അവർ പ്രതീക്ഷിച്ചതിനേക്കാളും ഇത്രയും നല്ല സൗകര്യമുള്ള, അവരുടെ റിലേറ്റീവ്സ് കൊല്ലത്തുകാരാണ്, അവരുടെ റിലേറ്റീവ്സൊക്കെ വന്നിട്ട് വാവ് എന്നുള്ള ആ ഒരു സംഭവം അത് കിട്ടി. അത് സന്തോഷമുള്ള കാര്യമല്ലേ. അതെ അതെ. തീർച്ചയായിട്ടും നമ്മളെ പിന്നെ ഇവിടെ മഞ്ചേരി എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഒരാൾ ബാപ്പു എന്ന് പറഞ്ഞിട്ട് പെയിൻറ്റിങ് കോൺട്രാക്ടർ മീൻസ് വണ്ടിയുടെ പെയിൻറ്ററാണ്. ചെറിയൊരു വീടാണ്. പുള്ളി ഇത് കഴിഞ്ഞ് വർക്കെല്ലാം കഴിഞ്ഞ് ഒരു ഇതായിട്ട് അവസാനം വന്നിട്ട് എടുത്ത് വെച്ചു, എത്രയാണ് നമ്മളെ കൂട്ടിയിട്ട് കണക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിരിക്കും, ഇതാണോ ഇനി എത്രയാണ് ബാലൻസ് ഇത്ര തരാനുണ്ട്, ഇനി എത്രയാണ് തരേണ്ടതെന്ന് വെച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതാണ്, ഇനിയിപ്പോൾ എന്തെങ്കിലും നമുക്ക് 5-10 കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, ഈ ലെവലിൽ 10,000 രൂപ കുറച്ച് കൊടുത്തു. ഓക്കെ, പുള്ളി അത് സെറ്റിൽ ചെയ്തിട്ട് പിന്നെ എനിക്കൊരു 15,000 വേറെ എടുത്തിട്ട് ഇതെൻ്റെ സന്തോഷം എന്ന് പറഞ്ഞു. പുള്ളി എൻ്റെ അടുത്ത് സ്വാഭാവികമാണ് ഏതൊരു ക്ലയൻറ്റും ചോദിക്കുന്ന പോലെ ചോദിച്ചു, എത്ര കുറച്ച് എനിക്ക് എത്ര ഇതിലിപ്പോൾ എത്രയ്ക്ക് റൗണ്ട് ചെയ്യാം. ഓക്കെ, 10 രൂപ കുറച്ചിട്ട് പക്കയായിരുന്നു, പേയ്മെൻ്റ് എല്ലാം പക്കയാണ്. പുള്ളി പക്ക ക്ലയൻറ്റാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഓക്കെ ഒരു 10 രൂപ കുറച്ച്, കാരണം നമ്മളെ പ്രോഫിറ്റ് നമുക്ക് മിനിമം നമ്മൾ ഇത് മതിയല്ലോ. അങ്ങനെ 10 രൂപ കുറച്ചിട്ട് ആൾക്ക് കാരണം എനിക്ക് ഒരു ഡിലേയും പേയ്മെൻറ്റിന് വന്നില്ല. അത് കാരണത്താൽ കുറച്ച് തീരുമാനമാക്കി, ഓക്കെ അതിൽ തീരുമാനമാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓക്കെ കൈ കൊടുത്തിട്ട് പിരിയാണ്. എന്നിട്ട് ആൾ പിന്നെ പോക്കറ്റിൽ നിന്ന് വേറെ ഈ 10 ഞാൻ കൊടുത്ത 10ഉം വേറെ 5ഉം കൂടി ഇതിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞു. അപ്പം അതിനേക്കാളും കൂടുതൽ എന്ത് കിട്ടാനാ റിസൾട്ട് ആണല്ലോ. അപ്പം ആക്ച്വലി പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്വപ്നത്തിലൂടെയാണ് നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പം ഞാൻ വേറെ നമ്മൾ മിത്ര ഗ്രൂപ്പ് നമുക്ക് വീടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ? ഓ തീർച്ചയായും. അപ്പം മുന്നോട്ട് ഞാനൊരു വീടൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇനി ഞാൻ വിളിക്കാൻ മിത്ര ഗ്രൂപ്പിനെ വിളിക്കുള്ളൂ. കാരണം എൻ്റെ സ്വപ്നങ്ങൾ നിങ്ങളിലൂടെ നടത്താൻ പറ്റും വിശ്വാസം. തീർച്ചയായിട്ടും നമ്മളെ കണ്ടിരിക്കുന്ന ഓഡിയൻസ് ആവട്ടെ, എല്ലാ ആളുകൾക്കും നല്ലൊരു എന്താ പറയുക വീടും കാര്യങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിൽ നമ്മളെ മിത്ര ഗ്രൂപ്പ് തന്നെ അത് സൗകര്യങ്ങളും കാര്യങ്ങളും ചെയ്തു കൊടുക്കട്ടെ. എൻ്റെ എല്ലാ കാര്യങ്ങളിലും നമ്മളിപ്പോൾ എവിടെ വേണമെങ്കിലും നമ്മൾ വേണ്ട രീതിയിൽ എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അപ്പം തീർച്ചയായിട്ടും മുന്നോട്ട് പടങ്ങൾ പറഞ്ഞ പോലെ തന്നെ വരുന്ന വർഷങ്ങളിൽ ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് വലിയൊരു ഗ്രൂപ്പ് ഓഫ് കമ്പനി ആവട്ടെ മിത്ര. ആ സമയങ്ങളിൽ നമ്മളെ മുന്നോട്ടുള്ള ബിസിനസിന്റെ ഭാഗമാകാൻ മാറട്ടെ, സാധിക്കട്ടെ. നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ആൾക്കാർ തീർച്ചയായും റെഫർ ചെയ്യുന്നതായിരിക്കും. അന്ന് ഇതുപോലെ വലിയൊരു ഇന്റർവ്യൂ നമുക്ക് മിത്ര ഗ്രൂപ്പിന്റെ ഹെഡ് ഓഫീസിൽ തീർച്ചയായിട്ടും. അപ്പം നിങ്ങളെ ഈ ഒരു തിരക്ക് ഇപ്പൊ തന്നെ ഞങ്ങൾ ഓരോ സൈറ്റിൽ നിന്ന് ഓടിപ്പോയി. അപ്പം ഇത്രയും തിരക്കിനുള്ളിൽ പുതുതായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു മോട്ടീവ് എന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒറ്റ കാര്യം ചോദിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഇനി ഇപ്പോൾ ബിസിനസ്സിലേക്ക് വരുന്ന ഇത്രയും വർഷത്തെ ലൈഫിലെയും ബിസിനസിന്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഇനി ബിസിനസ്സിലേക്ക് വരുന്ന പുതിയ ആളുകളോട് ബിസിനസ്സിനെ എങ്ങനെ നോക്കിക്കാണണം, ഏത് രീതി ചെയ്യണം എന്നാണ് പറയാനുള്ളത്? നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നവരുടെ കൂടെ നിന്നിട്ട് ചെയ്യാം, നമുക്ക് റിസൾട്ട് വന്നിരിക്കും. സത്യസന്ധമായിട്ട് അപ്പം ഇതാണ് മിത്ര ഗ്രൂപ്പ് എന്ന് പറഞ്ഞ കമ്പനീസിൽ നിന്ന് നമുക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് പറയാനുള്ളത്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് ഏതൊരു ബിസിനസ് ചെയ്താലും നിങ്ങൾക്ക് സക്സസ് ആകാൻ പറ്റും. അതിൻ്റെ ഉദാഹരണമാണ് നമ്മളെ മുന്നിലിരിക്കുന്ന സാറ്. സോ നമുക്ക് മിത്ര ഗ്രൂപ്പിൻ്റെ വലിയൊരു ബ്രാഞ്ചും ഹെഡ് ഓഫീസൊക്കെ ആയിട്ട് നമ്മൾ പിന്നൊരു ഇന്റർവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഇത് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.